2011 മുതൽ ഇങ്ങോട്ട് ആഭ്യന്തര സംഘർഷം സിറിയയിൽ രൂക്ഷമായിട്ടും എന്തുകൊണ്ടാണ് 2024 ആയപ്പോൾ ആലോചിക്കണം, 2011-നും 2016-നും ഇടയ്ക്കോടെ ഉണ്ടായിരുന്ന സംഘർഷത്തിൽ ഒട്ടേറെ പ്രദേശങ്ങൾ പല വിമത ഗ്രൂപ്പുകൾ പിടിച്ചെടുത്താണ്. ഒടുവിൽ റഷ്യയുടെ ഒക്കെ സഹായത്തോടു കൂടി അവയിൽ നിന്ന് കുറെ ഭാഗങ്ങളൊക്കെ തിരിച്ചു പിടിച്ചാണ് സിറിയ അധികാരത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഈ സിറിയയിൽ ഇപ്പോൾ 2024 ആക്രമണം നടന്നത്, അല്ലെങ്കിൽ സിറിയയിൽ ഇപ്പോൾ ഈ അൽ ബഷർ അസാദിനെ പുറത്താക്കിക്കൊണ്ട് HTS അധികാരത്തിൽ വന്നത് എന്നത് അവിടുത്തെ ചില സാഹചര്യങ്ങളെ കൂടി ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, ഈ സിറിയയെ പ്രധാനമായും സഹായിച്ചുകൊണ്ടിരുന്ന പല ഗ്രൂപ്പുകളും പല രാജ്യങ്ങളും അവരുടേതായ പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി റഷ്യ എടുക്കുക. റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ പ്രശ്നമായി അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അവർക്ക് ധാരാളമായിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ രാജ്യത്തിന് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അവര് സാവധാനം പല പ്രദേശങ്ങളും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് യുക്രൈന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അവർക്ക് പതിവ് പോലെ ഈ സിറിയൻ വിമത സേനയെ ആക്രമിച്ച് പുറത്താക്കുവാനുള്ള ഒരു ശേഷി, ഒരു സപ്പോർട്ട് വേണ്ടത്ര ആർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, ഈ അസദിന് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അവസരം പാർത്തിരുന്നതാണ് ഈ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള HTS. കാരണം ഇപ്പോൾ അവർക്ക് മനസ്സിലായി റഷ്യ എന്തായാലും അവരുടെ ഒരു ഫോക്കസ് തങ്ങളുടെ നേരെ വരില്ല എന്ന് മനസ്സിലാക്കി അവർ ഈ അവസരം തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾ നൽകുന്ന സഹായം കൂടിയാണ്. പരോക്ഷമായി പല പ്രദേശങ്ങളിലും അമേരിക്കയുടെയൊക്കെ പല സഹായവും ഈ ചില ഫോഴ്സുകൾക്ക് കിട്ടുന്നതായിട്ടുള്ള വാർത്തകളുണ്ട്, വിമത സേനകൾക്ക് കിട്ടുന്നതായിട്ടുള്ള വാർത്തകൾ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആലോചിച്ച് നോക്കൂ. ഇസ്രായേൽ അതുപോലെ തന്നെ അവിടുത്തെ മറ്റൊരു പ്ലെയർ ആണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ എൻഗേജാണ്. ഇപ്പൊ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളും ഹമാസുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലും മറ്റു പ്രശ്നങ്ങളിൽ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഉഴലുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരുടെ രാജ്യവും അവരുടെ താല്പര്യങ്ങളുമായി പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം HTS-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് കരുതുന്നത്. നോക്കുക, ഇന്നലെ ഇന്നും ഒക്കെ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഇസ്രായേൽ തന്നെ അതിശക്തമായിട്ടുള്ള ആക്രമണം സിറിയക്കകത്ത് നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ നൽകിയിരുന്ന പല സഹായങ്ങളും ആയുധ സംഭരണശാലകളും ഒക്കെ സംരക്ഷിക്കേണ്ടുന്ന ഒരു ബാധ്യത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് ഇപ്പൊ അവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതൊക്കെ ബോംബിട്ട് നശിപ്പിക്കുകയാണ്. അത് ഭീകരമായിട്ടുള്ള ബോംബാക്രമണത്തിൽ അവിടെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ 2024 എന്ന ഈ ഏറ്റവും അനുകൂലമായ സാഹചര്യത്തെ സിറിയയിൽ അൽ ബഷർ അസദിന്റെ ഭരണത്തെ അട്ടിമറിക്കുവാൻ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള HTS സംഘം ഉപയോഗിച്ചു എന്ന് പറയേണ്ടി വരും. അതാണ് ഏറ്റവും ശരിയായ കാര്യം. അപ്പോൾ ആഭ്യന്തരമായും മാത്രമല്ല അന്തർദേശീയ രംഗത്ത് ഉരുത്തിരിഞ്ഞ് വന്ന സാഹചര്യങ്ങൾ കൂടി ഈ സംഘടനയെ ഇപ്പോൾ സിറിയയിൽ അധികാരം പിടിച്ചെടുക്കുന്നതിന് പ്രേരിപ്പിച്ചു എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. മറ്റൊരു കാര്യം, ഇതൊക്കെ പറയുമ്പോഴും ആഭ്യന്തരമായിട്ടുള്ള മണ്ണ് വളരെ അനുകൂലമായി HTS-ന് മാറിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഇത്തരത്തിൽ അവിടുത്തെ ഒരു അട്ടിമറിക്ക് അവർക്ക് കഴിയുകയുള്ളൂ. കാരണം ഏതൊരു ഭരണവും ഒരു രാജ്യത്തിന്റെ പിടിച്ചെടുക്കണമെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ പിന്തുണ ഇപ്പോൾ HTS എങ്ങനെ കിട്ടുന്നു എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയുക. വളരെ കാലമായി അമേരിക്ക ഏകപക്ഷീയമായി പിന്തുടർന്നു വന്ന ഉപരോധത്തിന്റെ ഒരു ഫലം കൂടിയാണ് ഇത്. സിറിയയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഏതാണ്ട് ഒരു പതിറ്റാണ്ടായി അമേരിക്ക ഏകപക്ഷീയമായി തുടർന്നു വന്ന ഈ ഉപരോധത്തിന്റെ ഫലമായി അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടായി, പട്ടിണി ഉണ്ടായി, അവർക്ക് ധാരാളം തരത്തിലുള്ള അതിശക്തമായ നാണ്യപ്പെരുപ്പം ഉണ്ടായി, രാജ്യത്ത് തൊഴിലില്ലായ്മ പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ അവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം അതിരൂക്ഷമായി മാറി എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ജീവിച്ച് മുന്നേറാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ഭക്ഷ്യപ്പെരുപ്പം വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവർക്ക് അതിഭീകരമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ വില അതിഭീകരമായി വർദ്ധിച്ചപ്പോ, നാണ്യപ്പെരുപ്പം കൂടി ഉണ്ടായപ്പോ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെയായി മാറി. അപ്പൊ ജനങ്ങളൊരു അവസരം നോക്കിയിരിക്കുകയാണ് ഈ ഭരണത്തെ അട്ടിമറിക്കുവാൻ. അങ്ങനെ വരുമ്പോഴാണ് വളരെ കാലഘട്ടങ്ങളായി ഈ ജുലാനി വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമാണ് സിറിയയുടെ ഭരണം ഞങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ളത്. അപ്പൊ അന്ന് 2011 മുമ്പ് തന്നെ സിറിയയുടെ ഭരണം എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യവുമായി മുന്നിട്ട് വന്ന ജുലാനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അന്തർദേശീയപരമായ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. അവരെ മുൻപ് എതിർത്തിരുന്ന എല്ലാ ശക്തികളും ഇപ്പോൾ ഏതാണ്ട് അവരുടേതായ പ്രശ്നങ്ങളിൽ പെട്ടുടലുകയാണ്. ഇതാണ് ഒരുപക്ഷെ 2011 മുതൽ 2016 വരെയുള്ള, അത് ഈ കാലഘട്ടം പ്രത്യേകമായി പറയാൻ ഈ ടൂണീഷ്യൻ മുല്ലപ്പൂ വിപ്ലവത്തിന്റെയും പിന്നീട് ഡമാസ്കസ് വിപ്ലവത്തിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഈ സിറിയയുടെ ഭരണം ഏതാണ്ട് വിമത സൈനികർ പിടിച്ചെടുക്കുന്ന അറ്റം വരെ എത്തിയതാണ്. അവിടുത്തെ പല പ്രധാനപ്പെട്ട നഗരങ്ങളും അവരുടെ കയ്യിലേക്ക് പോയതാണ്.
എന്നാൽ അവയൊക്കെ തിരിച്ചു പിടിക്കുവാൻ ഈ റഷ്യയുടെയൊക്കെ പിന്തുണയോടുകൂടി ഈ സിറിയൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നു. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം ഇപ്പോൾ റഷ്യക്ക് അതിന് കഴിയില്ല. കാരണം റഷ്യ അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ഇസ്രായേലിന് അവരുടേതായ കാര്യങ്ങളുണ്ട്, ടർക്കി അവസരം നോക്കിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ആഭ്യന്തരമായിട്ടുള്ള പട്ടിണിയും നാണ്യപ്പെരുപ്പവും വിലക്കയറ്റവും ഇതെല്ലാം കൂടി ചേർന്ന് ഇതിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ തുർക്കിയിൽ ഒരുക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിപ്ലവം ഇപ്പോൾ നടക്കുകയും ഇരുന്ന ബഷർ അൽ അസദിനെ എടുത്ത് ദൂരെ കളഞ്ഞുകൊണ്ട് തങ്ങളുടേതായ ഒരു ഭരണ സംവിധാനത്തിലേക്ക് സ്ഥാപിക്കുവാൻ HTS ശ്രമിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇപ്പോഴും അവിടുത്തെ പ്രധാനമന്ത്രി അവിടെ തന്നെ ഉണ്ട്, അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് തനിക്ക് ആരുമായി യോജിച്ചു പോകുന്നതിന് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ HTSും ഒരു താക്കീത് ഈ വിപ്ലവകാരികൾക്ക് നൽകിയിട്ടുണ്ട്. അവരോട് പറഞ്ഞത്, അതെ, തീവ്രവാദികൾക്ക് നൽകിയിട്ടുണ്ട്. അവരോട് പറഞ്ഞത്, നിങ്ങൾ ഒരു കാരണവശാലും ഈ സ്ഥലങ്ങൾ പിടിച്ചടക്കുമ്പോൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഇതൊന്നും നശിപ്പിക്കുവാൻ പാടുള്ളതല്ല. കാരണം അവിടെ സമാധാനപരമായ ഒരു അധികാര കൈമാറ്റം നടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. പകരം ഒരു സർക്കാർ വരുന്നത് വരെ നിങ്ങൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്ന് HTSും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണെന്ന് മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു ഭരണമാറ്റം നടക്കുന്ന സാഹചര്യത്തിലും HTS പരമാവധി നേരത്തെ ഈ സംഭവിച്ചതുപോലെ അല്ലെ ബഷർ അൽ അസദിന് നേരെ ഉണ്ടായ ആ ജനവിരുദ്ധമായിട്ടുള്ള ഒരു പ്രതിച്ഛായ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അതേ പ്രതിച്ഛായ മുൻനിർത്തിക്കൊണ്ട് ഒരിക്കലും HTSന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്രയേറെ തീവ്രവാദ സ്വഭാവമുള്ള ഈ സംഘടന അധികാരം പിടിച്ചെടുക്കുന്ന ഈ സമയത്തും അവർക്കൊരു കരുതൽ, ഒരു താക്കീത് നൽകിക്കൊണ്ട് ആണ് അധികാരത്തിൽ തുടരാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അവരുടെ അംഗങ്ങൾക്ക് തന്നെ, അണികൾക്ക് തന്നെ ഒരു താക്കീത് നൽകിയാണ്. നിങ്ങൾ വലിയ ആക്രമണങ്ങൾക്കൊന്നും പോകരുത്, അവിടെ ഒരു കാരണവശാലും സ്ഥാപനങ്ങളൊന്നും നശിപ്പിക്കരുതെന്നൊക്കെ താക്കീതുകളൊക്കെ നൽകുന്നു. സിറിയയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കൂ, ഒരുപാട് സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും ഒക്കെ ഉള്ള ഒരു നാടാണ് ഈ സിറിയ എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം സഹായങ്ങൾ സിറിയയ്ക്ക് ലഭിച്ചതുകൊണ്ടാണ് സിറിയ ഇന്ന് കാണുന്ന സിറിയ പോലെ നിലനിന്നത്. റഷ്യയുടെ സഹായം അവർക്കുണ്ടായിരുന്നു. കുർദ് സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് ISനെ തുരത്തുന്നതിന് വേണ്ടി അമേരിക്കൻ സൈന്യം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹമാസിനെ തുരത്തുന്നതിന് വേണ്ടിയുള്ള സൈന്യം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പല വിഭാഗങ്ങൾ അവിടെ ഒരുമിച്ച് ചേർന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബഷർ അൽ അസദിന് പിന്തുണ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഭരണം ഇത്രയേറെ പ്രശ്നങ്ങൾ, ആഭ്യന്തര സംഘർഷങ്ങളും അതുപോലെ തന്നെ ജനകീയ വിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാരായി ഇരുന്നിട്ട് കൂടി അവർക്ക് അധികാരത്തിൽ തുടർന്നു പോകാനായി കഴിഞ്ഞത്. എന്നാൽ ഈ സാഹചര്യത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന, അല്ലെ ഈ പിന്തുണകൾക്കെല്ലാം വിള്ളൽ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ആക്രമണം ഇപ്പോൾ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ അട്ടിമറി ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഈ ഭരണത്തിലേക്ക് വരുന്നത് ഒരു റാഡിക്കലായിട്ടുള്ള, വർഗീയമായിട്ടുള്ള, തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകളാണ് എന്നുള്ളതാണ്. ഇപ്പൊ ബംഗ്ലാദേശിലും ഒക്കെ പറയുന്നത് പോലെ അവർ വളരെ മിതവാദി ഗ്രൂപ്പുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വരുന്നതെങ്കിലും ഇവയൊക്കെ തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ ദിനം കഴിയും തോറും സിറിയയുടെ ഉണ്ടായിരുന്ന അല്പമെങ്കിലും ജനാധിപത്യ സ്വഭാവമോ മതേതരത്വ സ്വഭാവമോ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള, അതൊക്കെ പൂർണ്ണമായും ഇല്ലാതായി മാറുന്ന തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ തീവ്രവാദ സ്വഭാവമുള്ള HTSനെ പോലെയുള്ള സംഘടനകൾ അധികാരം ഏറ്റെടുക്കുന്നത് മധ്യേഷ്യയിലും പൂർവേഷ്യയിലും ഒക്കെ തന്നെ അവിടെയുള്ള അയൽ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആകുലതയോടെയാണ് അവർ നോക്കിക്കാണുന്നത്. ഇതൊരു വലിയ പ്രശ്നമായി അവരുടെ മനസ്സിൽ വരുംകാല രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്.